വലമ്പൂർ സൗഹൃദവേദി ജിദ്ദ. വലമ്പൂർ സൗഹൃദവേദി ജിദ്ദ 2011 ഡിസംബറിൽ രൂപീകൃതമാവുകയും 2012 ജനുവരി മുതൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പ്രഥമ കമ്മിറ്റി പ്രസിഡന്റ് ആയിക്കൊണ്ട് KV സുബൈർ അവറുകളെയും, സെക്രട്ടറി ആയിക്കൊണ്ട് സക്കീർ പാറമൽ അവറുകളെയും, ട്രഷറർ ആയിക്കൊണ്ട് ഷെരീഫ് പാറമൽ അവറുകളെയും, ഡോക്യുമെന്റ് കൺട്രോളർ ആയിക്കൊണ്ട് അഷ്റഫ് നെച്ചോട്ട് എന്നിവരെ ചുമതലപ്പെടുത്തി. അഷ്റഫ് പാറമൽ, ഷുക്കൂർ KT, ബഷീർ നെച്ചോട്ട്, മുഹമ്മദ് അലി കേലച്ചൻതൊടി, അബ്ദുറഹ്മാൻ KT, ഹുസൈൻ പുളിയാക്കുത്ത്, കരീം പാറയിൽ, നൗഷാദ് മൂന്നാക്കൽ, നൗഷാദ് ചാത്തനല്ലൂർ, മുജീബ് നെച്ചോട്ട്, ഗഫൂർ നെച്ചോട്ട്, ജബ്ബാർ പുളിയാക്കുത്ത്, ഹമീദ് കേലച്ചൻതൊടി, സെയ്ദാലി KT എന്നിവരുടെ പിന്തുണയോടെ വിപുലമായ പദ്ധതികളോടെ പ്രവർത്തനം ആരംഭിച്ചു. വലമ്പൂരിലെ സാധാരണക്കാരായ പ്രവാസികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി ജോലിക്കിടയിൽ ഒഴിവു സമയങ്ങൾ ഉപയോഗപ്പെടുത്തി പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രവാസിയും തൻ്റെ കുടുംബത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉറ്റവരെയും ഉടയവരെയും തനിച്ചാക്കി പ്രയാസങ്ങളേറെയും സഹിച്ചാണ് പ്രവാസ ജീവിതം മുന്നോട്ടു പോകുന്നത്. അതിനിടയിൽ കിട്ടുന്ന അവസരങ്ങളും സമയങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ഈ സൗഹൃദവേദിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. വലമ്പൂർ സൗഹൃദവേദി എല്ലാ വർഷവും ജനറൽ ബോഡിയും ഇഫ്താർ സംഗമവും നടത്താറുണ്ട്. നാട്ടുകാർ, പഴയ കളിക്കൂട്ടുകാർ പരസ്പരം കണ്ടുമുട്ടാൻ ലഭിക്കുന്ന ഈ അവസരങ്ങൾ പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തും. പറഞ്ഞു തീരാത്ത സംസാരങ്ങൾ കൊണ്ടും വിശേഷങ്ങൾ പങ്കുവച്ചും മറ്റും ജനറൽ ബോഡിയും ഇഫ്താർ സംഗമവും ആഘോഷമാക്കി തീർക്കും.
വലമ്പൂർ സൗഹൃദവേദിയുടെ അംഗങ്ങളുടെ പെൺകുട്ടികളുടെ വിവാഹത്തിന് നിശ്ചിത തുക ലോൺ കൊടുത്തും സഹായിക്കാറുണ്ട്. സൗഹൃദവേദി അംഗങ്ങളുടെ മക്കളിൽ 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ക്യാഷ് അവാർഡ് നൽകി പ്രോത്സാഹിപ്പിക്കാനും ശ്രദ്ധിക്കാറുണ്ട്. ലോകം മുഴുവൻ കൊറോണയുടെ ഭീതിയിൽ അകപ്പെട്ട സമയത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോയ പ്രവാസികൾക്ക് പ്രത്യേകം സഹായം ചെയ്യാൻ വലമ്പൂർ സൗഹൃദവേദി മുന്നോട്ട് വന്നിട്ടുണ്ട്. രൂപീകരണ കാലം തൊട്ട് തന്നെ നാട്ടിലെ സാധാരണക്കാരായ രോഗികളെയും മറ്റും സഹായിക്കുവാനും സൗഹൃദവേദി ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ നാട്ടിലെ സാധാരണക്കാർക്ക് റംസാനിൽ പ്രത്യേക സഹായവും സൗഹൃദവേദി നൽകിയിട്ടുണ്ട്. കേരളത്തെ പിടിച്ചുകുലുക്കിയ പ്രകൃതി ദുരന്തമായ നിലമ്പൂർ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ഒരു സഹോദരന് വീട് വെച്ച് നൽകുകയും അകാല മരണം സംഭവിച്ച വലമ്പൂരിലെ ഒരു സഹോദരന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിന് വലമ്പൂർ സൗഹൃദവേദി മുന്നിൽ നിന്ന് നയിച്ചിട്ടുമുണ്ട്. വലമ്പൂർ പഴയ ജുമാഅത്ത് പള്ളി കമ്മിറ്റിയുടെ ആവശ്യം പരിഗണിച്ച് പള്ളിയിലേക്ക് ഒരു കമ്പ്യൂട്ടർ സംഭാവന ചെയ്തു. നമ്മുടെ വലമ്പൂർ ALP സ്കൂളിലേക്ക് സൗണ്ട് സിസ്റ്റം നൽകിയും വലമ്പൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് രോഗികൾക്ക് ഇരിപ്പിടങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള സഹായം ചെയ്തും വലമ്പൂർ സുന്ദരൻ മാസ്റ്റർ ജനകീയ വായനശാലയിലേക്ക് പുസ്തകങ്ങൾ വെക്കുന്നതിന് ഷെൽഫ് ഒരുക്കി കൊടുത്തും സൗഹൃദവേദി നാടിനും നാട്ടുകാരോടൊപ്പവും നിന്നിട്ടുണ്ട്. വലമ്പൂർ സൗഹൃദവേദിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംരംഭമാണ് ആംബുലൻസ്. സൗഹൃദവേദി മുന്നിൽ നയിക്കുകയും പ്രവാസ ലോകത്തെ മുഴുവൻ വലമ്പൂർ നിവാസികളുടെയും സഹായത്തോടുകൂടി 2022 വലമ്പൂർ കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തന സജ്ജമായി റോഡിൽ ഇറക്കി. ജാതിമത ഭേദമന്യേ വലമ്പൂർ നിവാസികൾക്ക് ആംബുലൻസിന്റെ പ്രവർത്തനം ഉപകാരപ്പെട്ടിട്ടുണ്ട്. സൗഹൃദവേദിയുടെ അംഗങ്ങൾക്കായി നിശ്ചയിച്ച വരിസംഖ്യ ഇനത്തിൽ മാസത്തിൽ 10 റിയാൽ അടക്കുകയും എക്സിറ്റിൽ നാട്ടിൽ പോകുന്ന സമയം അടച്ച തുകയുടെ 80% വരെ സഹായിക്കാനായി ഉപയോഗിക്കുകയും ചെയ്യും.
വലമ്പൂർ സൗഹൃദവേദിയുടെ 2024 കമ്മിറ്റി ഭാരവാഹികൾ ഇപ്രകാരമാകുന്നു: പ്രസിഡന്റ് അഷ്റഫ് പാറമൽ, സെക്രട്ടറി സക്കീർ പാറമൽ, ട്രഷറർ നൌഷാദ് മൂന്നാക്കൽ, ഡോക്യുമെന്റ് കൺട്രോൾ ഗഫൂർ നെച്ചോട്ട്, കോർഡിനേറ്റർ നിഷാം അലി, അക്കൗണ്ട്സ് അഷ്റഫ് നെച്ചോട്ട്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഷിഹാബ് കലമ്പറമ്പിൽ, മുജീബ് നെച്ചോട്ട്, ഷാബിൻ പല്ലന്തൊടിക, അലി കെ ടി, മുഹമ്മദ് അലി കേലച്ചന്തൊടി, മുജീബ് റഹ്മാൻ നെച്ചോട്ട് തണ്ടാമ്പാറ, മൂസക്കുട്ടി വി പി, റഫീഖ് പുളിയക്കുത്ത്, ബഷീർ തോടേങ്ങൽ, റഫീഖ് ചാത്തനല്ലൂർ, ഷംസീർ പുളിയക്കുത്ത്, ഫസലുർ റഹ്മാൻ പാറമൽ എന്നിവരാണ്. പ്രവർത്തന മണ്ഡലത്തിൽ വലമ്പൂർ നിവാസികളുടെ ഏറ്റവും വലിയ പ്രവാസി കൂട്ടായ്മക്ക് ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമീപ ഭാവിയിൽ കൂടുതൽ മികവാർന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി സമർപ്പിക്കുന്നു.